ഇന്ന് ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് യൂട്രൈൻ പ്രൊലാപ്സ് അല്ലെങ്കിൽ ഗർഭപാത്രം യോനിയിലേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥ. നിങ്ങൾക്ക് നിൽക്കുമ്പോൾ യോനിയിലേക്ക് എന്തോ തള്ളി നിൽക്കുന്ന പോലെ ഒരു പ്രഷർ ഫീലിംഗ് ഉണ്ടോ? അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ മൂത്രം അറിയാതെ ലീക്കായി പോകുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് യൂട്രൈൻ പ്രൊലാപ്സിന്റെ ലക്ഷണങ്ങളാവാം. ഞാൻ ഡോക്ടർ ഫാത്തിമ തശ്വിന ഫ്രം ഡോക്ടർ ഹിബാസ് അരോവിയ ക്ലിനിക്, പെരിന്തൽമണ്ണ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണ് യൂട്രൈൻ പ്രൊലാപ്സ്, യൂട്രൈൻ പ്രൊലാപ്സ് ആരിലാണ് കൂടുതലായിട്ട് കാണുന്നത്, എന്തൊക്കെയാണ് യൂട്രൈൻ പ്രൊലാപ്സിന്റെ ലക്ഷണങ്ങൾ, എങ്ങനെ യൂട്രൈൻ പ്രൊലാപ്സ് മാനേജ് ചെയ്യാം. എല്ലാ കേസിലും സർജറി ആവശ്യമില്ല, സർജറി ഇല്ലാതെയും യൂട്രൈൻ പ്രൊലാപ്സ് മാനേജ് ചെയ്യാവുന്നതാണ്. എന്താണ് യൂട്രൈൻ പ്രൊലാപ്സ്? സ്ത്രീകളിൽ അവരുടെ ഗർഭപാത്രം ഒരു യഥാസ്ഥാനത്ത് താങ്ങി നിർത്തിയിട്ടുള്ളത് അതിന് തൊട്ടടുത്തുള്ള കുറച്ച് മസിൽസും ലിഗമെന്റ്സും ഒക്കെയാണ്. ഈ മസിൽസിനും ലിഗമെന്റ്സിനും എന്തെങ്കിലും രീതിയിൽ ദുർബലത അല്ലെങ്കിൽ വീക്ക്നെസ് സംഭവിച്ചാൽ ഗർഭപാത്രം താഴോട്ട് ഇറങ്ങും. ഇതാണ് യൂട്രൈൻ പ്രൊലാപ്സ്. കൂടുതലായി യൂട്രൈൻ പ്രൊലാപ്സ് കണ്ടുവരുന്നത് രണ്ട് നോർമൽ ഡെലിവറിക്കിടയിൽ കൃത്യമായ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സ്ത്രീകൾ, അതുപോലെ 3-4 കുഞ്ഞുങ്ങളുള്ള സ്ത്രീകൾ, ഇവരിലാണ് യൂട്രൈൻ പ്രൊലാപ്സ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നോർമൽ ഡെലിവറിയുടെ സമയത്ത് നേരത്തെ പറഞ്ഞ ഈ മസിൽസും ലിഗമെന്റ്സും ഓവറായിട്ട് സ്ട്രെച്ച് ആവുകയും ചെറിയ രീതിയിൽ ഇഞ്ചുറീസ് സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ ഒരു ഗ്യാപ്പ് ഇല്ലാതെ റിപ്പീറ്റഡ് ആയിട്ട് ഡെലിവറി സംഭവിക്കുന്ന സ്ത്രീകളിൽ ഈ മസിൽസ് എല്ലാം ഓവറായിട്ട് സ്ട്രെച്ച് ആവുകയും ഈ വീക്ക്നെസ് സംഭവിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇവരിൽ യൂട്രൈൻ പ്രൊലാപ്സ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ നോർമൽ ഡെലിവറിക്ക് ശേഷം പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാതെ പെട്ടെന്ന് തന്നെ നല്ല വെയിറ്റ് എടുക്കുന്ന ജോലികളിൽ ഏർപ്പെടുന്ന സ്ത്രീകളിലും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. സി സെക്ഷൻ നടന്ന സ്ത്രീകളിൽ യൂട്രൈൻ പ്രൊലാപ്സ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി അടുത്തതായിട്ട് കൂടുതലായിട്ട് യൂട്രൈൻ പ്രൊലാപ്സ് കണ്ടുവരുന്നത് ആർത്തവവിരാമം സംഭവിച്ച സ്ത്രീകളിലാണ്. ഇവരിൽ ഈസ്ട്രജൻ ഹോർമോൺസ് കുറവായിരിക്കും. അങ്ങനെ തന്നെ ഈ മസിൽസിനെല്ലാം വീക്ക്നെസ് വരികയും യൂട്രൈൻ പ്രൊലാപ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഇവരിൽ വളരെ കൂടുതലാണ്. കൂടാതെ തന്നെ ഓവർ വെയിറ്റ് ഉള്ള സ്ത്രീകൾ, തുടർച്ചയായിട്ട് വിട്ടുമാറാത്ത ചുമയുള്ള സ്ത്രീകൾ, സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ മലബന്ധമുള്ള സ്ത്രീകളിലും യൂട്രൈൻ പ്രൊലാപ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. ഈ മസിൽസിനെല്ലാം ഒരു ദുർബലത സംഭവിക്കുകയും യൂട്രൈൻ പ്രൊലാപ്സ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ യൂട്രൈൻ പ്രൊലാപ്സിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ നടക്കുമ്പോൾ യോനിയിലേക്ക് എന്തോ ഒരു പ്രഷർ ഫീലിംഗ്, എന്തോ തള്ളി നിൽക്കുന്നത് പോലെ തോന്നുക, താഴോട്ടൊരു ഡ്രാഗിങ് പെയിന് ഉള്ളവരിൽ അതാണ് ഈ യൂട്രൈൻ പ്രൊലാപ്സിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ ഈ യൂട്രസ് ഗർഭപാത്രം താഴോട്ട് ഇറങ്ങുന്നതോടൊപ്പം തന്നെ മൂത്രസഞ്ചിയും ചിലരിൽ താഴോട്ട് ഇറങ്ങും. അവരിൽ മൂത്രസംബന്ധമായിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങൾ കൂടി കാണാം. അതായത് ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ മൂത്രം അറിയാതെ ലീക്കായി പോവുക, യൂറിൻ പാസ് ചെയ്യണം തോന്നി ടോയ്ലറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അറിയാതെ മൂത്രം പോവുക. പക്ഷെ മറ്റു ചിലരിലാണെങ്കിലോ മൂത്രം പോവാൻ, യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവരിൽ മൂത്രസഞ്ചിയിൽ ബ്ലാഡറിൽ മൂത്രം കെട്ടി നിൽക്കുകയും യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് കൂടുതലുമാണ്. അത്തരം സ്ത്രീകളിൽ മൂത്രമൊഴിക്കുമ്പോൾ എരിച്ചില്, പുകച്ചില്, വേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കണ്ടുവരുന്നുണ്ട്. മറ്റു ചിലരിൽ സ്ഥിരമായിട്ട് നടുവേദന കാണാം. അതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാം. ഇനി യൂട്രൈൻ പ്രൊലാപ്സ് എങ്ങനെ വരുന്നത് തടയാം, എങ്ങനെ യൂട്രൈൻ പ്രൊലാപ്സ് വരുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് പറയുകയാണെങ്കിൽ രണ്ട് നോർമൽ ഡെലിവറിക്കിടയിൽ കൃത്യമായിട്ടുള്ള ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മിനിമം 2-3 വർഷമെങ്കിലും ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ നോർമൽ ഡെലിവറിക്ക് ശേഷം പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക. പെട്ടെന്ന് തന്നെ നല്ല വെയിറ്റ് എടുക്കേണ്ട ജോലികളൊന്നും ഏർപ്പെടാതിരിക്കുക. പിന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അധികമായ വെയിറ്റ് ഉള്ളവരിലും യൂട്രൈൻ പ്രൊലാപ്സ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളൊരു കൃത്യമായിട്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ചുമ പോലെയുള്ള ഇൻഫെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ട്രീറ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യുക. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള സ്ത്രീകളിലാണെങ്കിൽ അവർ ഫുഡിൽ കുറച്ച് ചേഞ്ചസ് വരുത്താം. ഫൈബ്രിൻ റിച്ച്, നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡ് അവർ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കാം. അതായത് ഇലക്കറികൾ,
അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. കൂടാതെ തന്നെ നന്നായി വെള്ളം കുടിക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ളവരിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കോൺസ്റ്റിപ്പേഷനുള്ള ചാൻസ് കുറയുകയും അവർക്ക് യൂട്രൈൻ പ്രൊലാപ്സിനുള്ള ഒരു സാധ്യത കുറയ്ക്കാനും സാധിക്കും. ഒ.പിയിൽ വരുന്ന പല പേഷ്യൻസും ചോദിക്കുന്നതാണ്, ഡോക്ടറെ യൂട്രൈൻ പ്രൊലാപ്സിന് സർജറി മാത്രമേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ്, സർജറി ഇല്ലാതെ എങ്ങനെ നമുക്ക് യൂട്രൈൻ പ്രൊലാപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട്. എല്ലാ കേസിലും യൂട്രൈൻ പ്രൊലാപ്സിന് സർജറി ആവശ്യമില്ല. ഈ യൂട്രൈൻ പ്രൊലാപ്സിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് സർജറി വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. പ്രധാനമായിട്ടും 4 ഗ്രേഡുകളിലാണ് യൂട്രൈൻ പ്രൊലാപ്സ് ഉള്ളത്. ഫസ്റ്റ് ഗ്രേഡിൽ ജസ്റ്റ് യൂട്രസ് ആ ഒരു സ്ഥാനത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങും. രണ്ടാമത്തെ ഗ്രേഡ് എന്ന് പറയുമ്പോൾ യോനിയിലേക്ക് തള്ളി നിൽക്കും. മൂന്നാമത്തെ ഗ്രേഡിൽ ചെറിയ രീതിയിൽ യൂട്രസ് പുറത്തോട്ട് വരാം. നാലാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വരുന്നതാണ് നാലാമത്തെ ഗ്രേഡ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ നേരത്തെ പറഞ്ഞ മുൻകരുതലുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് എക്സസൈസ് കൂടെ ചെയ്യാം. അങ്ങനെ താഴെയുള്ള മസിൽസിന് സ്ട്രെങ്ത് നൽകിയാൽ യൂട്രൈൻ പ്രൊലാപ്സിനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ് പെൽവിക് മസിൽ എക്സസൈസ്, അല്ലെങ്കിൽ കീഗൽ എക്സസൈസ് എന്ന് പറയും. കീഗൽ എക്സസൈസ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? കീഗൽ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, പക്ഷേ നിങ്ങൾ യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. നിങ്ങളൊരു യാത്രയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂറിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? യൂറിൻ പിടിച്ചു വെക്കും. താഴെയുള്ള മസിൽസ് ഒന്ന് ടൈറ്റ് ആയിട്ട് പിടിക്കും. ഈ ബ്ലാഡറിൻ്റെയും യൂട്രസിൻ്റെയും ഭാഗം ഒന്ന് ഉള്ളിലോട്ട് വലിച്ചു പിടിക്കും. അപ്പോൾ കീഗൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇരുന്നോ കിടന്നോ കീഗൽ എക്സസൈസ് ചെയ്യാവുന്നതാണ്. താഴെയുള്ള മസിൽസ് ഒന്ന് ടൈറ്റായിട്ട് അകത്തോട്ട് വലിച്ചു പിടിക്കുക. എന്നിട്ട് മനസ്സിലൊരു 10 വരെ എണ്ണാവുന്നതാണ്. അതിനുശേഷം റിലാക്സ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഒരു 10 പ്രാവശ്യം ചെയ്യുക. ഇതുപോലെ ഒരു ദിവസത്തിൽ 2 or 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ താഴെയുള്ള മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യാൻ ഈ ഒരു കീഗൽ എക്സസൈസ് കൊണ്ട് സാധിക്കും. കൂടാതെ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് കേസിലാണെങ്കിൽ പെസറി ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഇത് താൽക്കാലികമായി യൂട്രൈൻ പ്രൊലാപ്സ് തടയാനാണ് പെസറി ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. പെസറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു റിങ് പോലെയുള്ള ഒരു വസ്തു യോനിയിലേക്ക് തള്ളി വെക്കുന്നതാണ് പെസറി ട്രീറ്റ്മെൻറ്റ്. ഇത് താൽക്കാലികമായി യൂട്രൈൻ പ്രൊലാപ്സിനെ തടയും. ഇനി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് 4 ഉള്ള കണ്ടീഷനിലാണെങ്കിൽ സർജറി ആവശ്യമാണ്. ഇത്രയും ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും യൂട്രൈൻ പ്രൊലാപ്സ് എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ട്രീറ്റ് ചെയ്താൽ നമുക്ക് സർജറിയിൽ ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരു കണ്ടീഷനാണെന്ന്. സോ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും കൺസൾട്ടേഷന് വേണ്ടി താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തശ്മിന ഫ്രം ഡോക്ടർ ഹിബാസ് അരോവിയ ക്ലിനിക്, പെരിന്തൽമണ്ണ.